നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൽപ്പറ്റ എന്ന ഒരു നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു തിരഞ്ഞെടുപ്പ് വിശകലനം മാത്രമല്ല, എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാം എന്നതിനെക്കുറിച്ചുമല്ല, മറിച്ച് ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഭരണമാതൃകയെക്കുറിച്ചാണ്. അതെ, ഇത് കൽപ്പറ്റയുടെ കഥയാണ്. പക്ഷേ ഇതിലെ പാഠങ്ങൾ ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെ നേതാവിനും ഒരു വഴികാട്ടിയാവാം. കാരണം നമ്മൾ തുടങ്ങുന്നത് തന്നെ തിരഞ്ഞെടുപ്പ് എന്നത് കേവലം അധികാരത്തിലേക്കുള്ള ഒരു വഴിയല്ല, മറിച്ച് മികച്ച ഭരണത്തിനായുള്ള ഒരു ഡേറ്റാ എഞ്ചിനീയറിംഗ് പ്രക്രിയയാണ് എന്ന ചിന്തയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിലെ വയനാട് എന്ന മലയോര ജില്ലയിലാണ് കൽപ്പറ്റ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂപ്രകൃതി, ഇവിടത്തെ മലകളും പുഴകളും കൃഷിയിടങ്ങളും ഇതാണ് കൽപ്പറ്റയുടെ രാഷ്ട്രീയത്തെയും സാമ്പത്തികാവസ്ഥയും രൂപപ്പെടുത്തുന്നത്. ഇതൊരു വെറും ഭൂമിശാസ്ത്രപരമായ കാര്യമല്ല. ഇവിടത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ, അവരുടെ ഉപജീവനത്തെ, എന്തിന് അവരുടെ ഭാവിയെ വരെ നിർണയിക്കുന്ന ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണിത്. ഈ മണ്ണിന്റെ ഹൃദയമിടി പറയാതെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ വിശകലനത്തിൽ നമ്മൾ കടന്നുപോകുന്ന വഴികൾ ഇവയാണ്. ആദ്യം നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ മണ്ണറിഞ്ഞു തുടങ്ങും. പിന്നെ വയനാട്ടിലെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെയും അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് മനസ്സിലാക്കും. അതിനുശേഷം കൽപ്പറ്റയിലെ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വോട്ടർമാരുടെ പരാതികൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പഠിച്ച ശേഷം ഒരു മികച്ച ഭരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും. അവസാനം എങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാമെന്നതിലേക്ക് നമ്മളെത്തും. നമ്മുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. രാഷ്ട്രീയത്തിന്റെ മണ്ണറിയുക. സംഖ്യകളിലേക്കും കണക്കുകളിലേക്കും പോകുന്നതിനു മുൻപ് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിതം എങ്ങനെയാണ്, അവരുടെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഏതൊരു രാഷ്ട്രീയ വിശകലനത്തിന്റെയും അടിത്തറ. നോക്കൂ, ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പത്രങ്ങളിലെ വലിയ തലക്കെട്ടുകളോ ചാനൽ ചർച്ചകളോ അല്ല. അതൊരു കർഷകൻ അവന്റെ കാപ്പിക്ക് കിട്ടുന്ന വിലയെക്കുറിച്ചാണ്. അത് ഓരോ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം എത്തുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. രാത്രിയിൽ പേടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. ഒരു സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നമുക്ക് വയനാട്ടിലെ ജനങ്ങളെയും അവരോരോ ദിവസവും നേരിടുന്ന സമ്മർദ്ദങ്ങളെയും കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. ഒരു മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആശങ്കകളെയും പ്രതീക്ഷകളെയും രൂപപ്പെടുത്തുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കൽപ്പറ്റയില് വളരെ വൈവിധ്യമാർന്ന ഒരു സാമൂഹിക ഘടനയാണുള്ളത്. ഏകദേശം 48% ഹിന്ദുക്കൾ, 39% മുസ്ലിംകൾ, 12% ക്രിസ്ത്യാനികൾ. ഇതിൽ തന്നെ 10% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും 7% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഇതിന്റെ അർത്ഥമെന്താണ്? എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന, ആരെയും മാറ്റി നിർത്താത്ത ഒരു ഭരണ സംവിധാനം ഇവിടെ അത്യാവശ്യമാണ്. ഇവിടുത്തെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ കാപ്പിയും സുഗന്ധവ്യഞ്ജനങ്ങളുമാണ്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഈ നട്ടെല്ലിനെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യമാണ്. കനത്ത ചൂടും ക്രമം തെറ്റിയ മഴയും കാപ്പിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്നു. ഇത് വെറുമൊരു പാരിസ്ഥിതിക പ്രശ്നമല്ല. ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ വരുമാനത്തെയും ഈ നാടിന്റെ ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. ഈ കാർഷിക പ്രതിസന്ധിയോടൊപ്പം തന്നെ ആവശ്യസാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. മറുവശത്ത് തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു. ഒരു വീട്ടിലെ വരുമാനം കുറയുന്നു, ചിലവ് കൂടുന്നു. ഈ ഇരട്ട സമ്മർദ്ദം ഓരോ കുടുംബത്തെയും വല്ലാതെ ഞെരുക്കുകയാണ്. ഏതൊരു സമൂഹത്തിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉത്തരവാദിത്വത്തോടെയായിരിക്കണം. കാരണം ഓരോ വ്യക്തിയുടെയും അന്തസ്സ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന മൂല്യമാണ്. ഇത്രയും നേരം നമ്മളിവിടത്തെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഈ യാഥാർത്ഥ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കാം. ഈ സംഖ്യകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമൊന്ന് ശ്രദ്ധിക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 46.15% വോട്ട് കിട്ടി. തൊട്ടുപിന്നിൽ 42.56% വോട്ടുമായി LJD സ്ഥാനാർത്ഥി. BJPക്ക് 9.27% വോട്ടുകളും. ഇവിടെ ഏറ്റവും പ്രധാനം, വിജയിച്ച സ്ഥാനാർത്ഥിയും രണ്ടാമതെത്തിയ ആളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ ചെറുതാണ് എന്നതാണ്. അതായത് നിലവിലെ MLAയുടെ ലീഡ് അത്ര ശക്തമല്ല, പ്രതിപക്ഷം ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്ന് സാരം. 2021 74% കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു. ഈ ഉയർന്ന പോളിംഗ് ശതമാനം എന്താണ് സൂചിപ്പിക്കുന്നത്?
ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധരാണ്. അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവർ മുന്നോട്ടു വരുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ കാതലിലേക്ക് വരുന്നത്. നിലവിലെ എംഎൽഎയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഈ സ്കോർ കാർഡ് നോക്കൂ. ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സ്കോർ താഴ്ന്നതാണ്. പല വാഗ്ദാനങ്ങളും ഇപ്പോഴും നടപ്പായിട്ടില്ല. റോഡുകൾ, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും സ്കോർ താഴ്ന്നത് തന്നെ. പൊതുജന വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു ഇടത്തരം സ്കോർ കാണാം. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു എന്നൊരു പേരുണ്ടെങ്കിലും കാര്യമായ ഫലങ്ങളുണ്ടായിട്ടില്ല. വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഈ വിടവാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം. അപ്പോ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ അതൃപ്തി? എന്താണ് അവരുടെ യഥാർത്ഥ പരാതികൾ? ഉപരിപ്ലവമായ കാര്യങ്ങൾക്കപ്പുറം അവരെ ശരിക്കും അലട്ടുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. വോട്ടർമാരുടെ നിരാശയ്ക്ക് പിന്നിൽ പ്രധാനമായും 5 അടിസ്ഥാന കാരണങ്ങളുണ്ട്. 1. ജാതി സമുദായ സമവാക്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. 2. താങ്ങാനാവാത്ത വിലക്കയറ്റവും ജീവിതച്ചെലവും. 3. ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നവരുടെ പ്രശ്നങ്ങൾ. 4. അനുദിനം രൂക്ഷമാകുന്ന മനുഷ്യ-മൃഗസംഘർഷം. പിന്നെ ക്ഷേമപദ്ധതികൾ വൈകുന്നതും അത് ജനങ്ങളിലുണ്ടാക്കുന്ന മടുപ്പും. ഇവ ഓരോന്നും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മണ്ഡലത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നല്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. മേപ്പാടി പഞ്ചായത്തിലെ പ്രധാന ആശങ്ക ഉരുൾപൊട്ടൽ ഭീഷണിയും ഇന്റർനെറ്റ് സൗകര്യം ഇല്ലായ്മയുമാണ്. എന്നാൽ മുട്ടിൽ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് കാട്ടാനിറങ്ങുന്നതും വിളനാശത്തിന് നഷ്ടപരിഹാരം കിട്ടാത്തതുമാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: എല്ലായിടത്തേക്കും ഒരേപോലെയുള്ള ഒരു പരിഹാരം മതിയാവില്ല. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് വേണ്ടത്. മനുഷ്യമൃഗസംഘർഷമെന്നത് വെറുമൊരു കണക്കല്ല. കഴിഞ്ഞ 13 മാസത്തിനിടെ 9 പേർക്കാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ഇത് 9 കുടുംബങ്ങളുടെ തീരാ നഷ്ടമാണ്. ഓരോ ദിവസവും ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണിതിൽ പ്രതിഫലിക്കുന്നത്. ആന ഇറങ്ങുമോ എന്ന ഭയവും നഷ്ടപരിഹാരത്തിനായുള്ള മുറവിളിയും ഇവിടെ വളരെ കൂടുതലാണ്. ഭരണാധികാരികൾക്ക് ഇത് അവഗണിക്കാനാവില്ല. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് പരിഹാരങ്ങളാണ്. രോഗനിർണയത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്കുള്ള ഒരു രൂപരേഖ. കൽപ്പറ്റയെ ഫലപ്രദമായി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും ഒരു വഴികാട്ടിയാകാൻ കഴിയുന്ന ഒരു തന്ത്രപരമായ ചട്ടക്കൂടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഞങ്ങളിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. ഇതൊരു 4 തലങ്ങളുള്ള തന്ത്രമാണ്. 1. ശിവനെപ്പോലെ ആക്രമണം. വിഭജന രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുക, ദുർഭരണത്തെ തുറന്നുകാട്ടുക. 2. വിഷ്ണുവിനെപ്പോലെ സ്ഥിരത. ശാന്തവും ആശ്രയിക്കാവുന്നതുമായ ഒരു നേതൃത്വം നൽകുക, സ്ഥിരമായ വികസനം ഉറപ്പാക്കുക. 3. ബ്രഹ്മാവിനെപ്പോലെ നൂതനാശയം. തൊഴിലവസരങ്ങൾക്കും പ്രാദേശിക പ്രശ്നങ്ങൾക്കും പുതിയതും പ്രായോഗികവുമായ പരിഹാരങ്ങൾ മുന്നോട്ടുവെക്കുക. 4. ദുർഗയെപ്പോലെ സംരക്ഷണം. കർഷകർ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങി സമൂഹത്തിലെ ദുർബലരായ എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഈ 4 ഘടകങ്ങളും ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ തന്ത്രം ഉണ്ടാകുന്നത്. ഒരു വിജയകരമായ തന്ത്രത്തിന് ഓരോ വിഭാഗം ജനങ്ങളോടും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, യുവാക്കൾക്ക് വേണ്ടത് തൊഴിലും നൈപുണ്യ വികസനവുമാണ്. കർഷകർക്ക് ന്യായമായ വിലയും ജലസേചനവുമാണ് ആവശ്യം. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള സഹായവും വായ്പകളുമാണ് വേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമിയുടെ അവകാശവും പ്രത്യേക ക്ഷേമപദ്ധതികളുമാണ് ഉറപ്പാക്കേണ്ടത്. ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. വാഗ്ദാനങ്ങൾ കേട്ട് മടുത്ത ജനങ്ങളുടെ വിശ്വാസം നേടാൻ പെട്ടെന്ന് ഫലം കാണുന്ന, വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന 3 പൾസ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കണം. ഉദാഹരണത്തിന്, ഒരു ശുദ്ധജല പദ്ധതി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകൾ 60 ദിവസത്തിനുള്ളിൽ നന്നാക്കുന്ന ഒരു റോഡ് റാഷ് പ്രോഗ്രാം. അതുമല്ലെങ്കിൽ 500 യുവ സംരംഭകർക്ക് സഹായം നൽകുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്കീം. പൊള്ളായ വാക്കുകളല്ല, പ്രവൃത്തിയാണ് പ്രധാനമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ വെല്ലുവിളി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അത് നിലനിർത്തുന്നതിലാണ്. ആ വിശ്വാസത്തിലേക്കുള്ള പാതയെക്കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിശ്വാസമെന്നത് പ്രസംഗങ്ങൾ കൊണ്ട് നേടാനാവില്ല, അത് തെളിവുകൾ കൊണ്ട് പടുത്തുയർത്തേണ്ട ഒന്നാണ്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി എന്നതിന്റെ തെളിവ്, ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു എന്നതിന്റെ തെളിവ്, അവരുടെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾ അനുസരിച്ച് ജനങ്ങളുടെ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സമ്മതവും സ്വകാര്യതയും ഉറപ്പാക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊരു നിയമപരമായ കാര്യം മാത്രമല്ല, ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറ കൂടിയാണ്. ഈ വിശകലനം നമ്മെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലെത്തിക്കുകയാണ്. ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള, ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരമൊരു ഭരണരൂപരേഖയ്ക്ക് കൽപ്പറ്റയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ പുതിയൊരു തരം നേതൃത്വം ആവശ്യമാണ്. അത്തരത്തിൽ ജനങ്ങളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറം.